ത്യാഗസ്മരണയിൽ മുസ്ലിങ്ങൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ഇക്കുറി കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും ഒരേ ദിവസമാണ് പെരുന്നാൾ ആഘോഷം. പെരുന്നാൾ സന്ദേശത്തിൽ രാഷ്ട്രീയം പങ്കുവച്ചു പാളയം ഇമാം. രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആശ്വാസം നൽകുന്നതാണെന്നും ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഈദുൽ അദ്ഹ ദിനത്തിലേക്ക് വിശ്വാസികളെ പ്രവേശിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട്, നമുക്ക് ഇരട്ടി മധുരമുണ്ട് എന്ന് പറയാം. ഒന്ന് പെരുന്നാളിന്റെ സന്തോഷമാണെങ്കിൽ രണ്ടാമത്തേത് രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിലുള്ള ആശ്വാസമാണ്. രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിൽ മതേതര സഖ്യം നേടിയെടുത്ത മുന്നേറ്റത്തിലുള്ള ആശ്വാസമാണ്. രാജ്യത്തെ സുമനസ്സുകൾ ഐക്യത്തോടുകൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും വർഗീയതയെ അതിജീവിക്കുവാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകാൻ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. നമുക്കറിയാവുന്നത് പോലെ അധികാരത്തിലെത്തിപ്പെടാൻ മതേതര ശക്തികൾക്ക് സാധ്യമായിട്ടില്ല എങ്കിലും ഈ പോക്ക് ശരിയല്ലെന്ന ഫാസിസ്റ്റ് വർഗീയതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ധ്രുവീകരണം തെറ്റിച്ച് നേട്ടം കൊയ്യാൻ ആര് ശ്രമിച്ചാലും ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഈ രാജ്യത്ത് വിലപ്പോവില്ലെന്ന് പറയുന്നതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. ഇന്ത്യൻ മനസ്സ് വർഗീയമല്ല, അത് വർഗീയമാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ലക്ഷ്യം നേടില്ലെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. നമുക്കറിയാം, തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിതത്. സന്യാസിമാർക്ക് പകരം പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ ഭരണാധികാരി സ്വയം സന്നദ്ധനായതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാവണം. എന്നാൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഉത്തർപ്രദേശിലെ മറ്റ് ധാരാളം സ്ഥലങ്ങളിലും വലിയ പരാജയം ഏറ്റുവാങ്ങി. രാംലല്ലയോ രാമക്ഷേത്രമോ പ്രാണപ്രതിഷ്ഠയോ ഒന്നും ജനങ്ങളിൽ ചർച്ചയായില്ല. പകരം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, തൊഴിലില്ലായ്മ, കർഷക രോഷം എന്നിവയാണ് ഹിന്ദി ഹൃദയ ഭൂമിയിൽ പോലും സജീവമായി ക്രിയാത്മകമായി ചർച്ച ചെയ്തത് എന്നുള്ളതാണ്. അതിനെതിരെയുള്ള വിധി രേഖപ്പെടുത്തലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, വർഗീയ അജണ്ടകൾ ആര് മുന്നോട്ട് വെച്ചാലും അതവർക്ക് നേട്ടമായി മാറില്ലെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മോട് പറയുന്നത്. അത് നിന്ദ്യതയായും അത് പരാജയമായും അതല്ലെങ്കിൽ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാര്യമായും മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അള്ളാഹുവിന്റെ പള്ളികളിൽ ഇന്ന് ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? അള്ളാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം സ്മരിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ആ പള്ളികൾ തകർക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ആ പള്ളികളിലേക്ക് ഭയപ്പാടോടുകൂടിയല്ലാതെ പ്രവേശിക്കാൻ കഴിയില്ല. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അവർക്ക് ഇഹലോകത്ത് നിന്ദ്യതയാണ്, പരലോകത്തെ അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് വരാനിരിക്കുന്നത്. സഹോദരങ്ങളെ, മസ്ജിദുകൾ തകർക്കുക, ആരാധനാലയങ്ങൾ തകർക്കുക, ഇത് നിന്ദ്യത ഏറ്റുവാങ്ങുന്ന കൊടും ക്രൂരതയാണ്. ആ നിന്ദ്യതയാണ് അയോധ്യയിൽ നമ്മൾ കണ്ടത്. സഹോദരങ്ങളെ, ഇതെല്ലാം തിരിച്ചറിവായിട്ട് മാറാൻ, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ നിലപാടുമായി, സൗഹൃദ നിലപാടുമായി മുന്നോട്ട് വരാൻ ഭരണകൂടത്തിന് സാധ്യമാവേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയാണോ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ലെന്ന് തീർത്തും പറയേണ്ടി വരും. ബാബരി മസ്ജിദ്, ആ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് ക്ഷേത്രം പണിത് അവിടെ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് ഒരു പക്ഷത്ത് നമ്മൾ പറയുമ്പോൾ, അതേ ബാബരി മസ്ജിദിന്റെ പേര് തന്നെ NCERTയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റിയ പുതിയ വാർത്തകളാണ് ഇന്ന് നമ്മൾ വായിച്ചത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയായിട്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. അതായത് ബാബരി മസ്ജിദിന്റെ പേര് തന്നെ NCERTയുടെ പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു. നമുക്കൊന്നേ പറയാനുള്ളൂ, ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് NCERT പിന്മാറേണ്ടതുണ്ട്. കുട്ടികളെ ശരിയായ ചരിത്രം പഠിപ്പിക്കണം. ശരിയായ ചരിത്രബോധമുള്ളവരായി നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട്. ശരിയായ ചരിത്രം പഠിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരായി മാറുകയുള്ളൂ. സഹോദരങ്ങളെ, ചരിത്രത്തെ വക്രീകരിക്കാൻ,
വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ആര് നടത്തിയാലും ഇന്നല്ലെങ്കിൽ നാളത്തെ ഭാവി തലമുറ അത് തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് NCERT പോലുള്ള സംവിധാനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും പാഠം പഠിക്കേണ്ടതായിരുന്നു. നമ്മുടെ ഭരണകൂടം മാത്രമല്ല, ഭരണകൂടവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളും പാഠം പഠിക്കേണ്ടതായിരുന്നു. വർഗീയത കൊണ്ടോ വർഗീയ അജണ്ട കൊണ്ടോ ഈ രാജ്യത്ത് ഒരു നിലക്കും നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയില്ല. വർഗീയ കലാപങ്ങൾക്കെതിരെ നിശബ്ദരായി ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോവാൻ സാധിക്കില്ലെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണിത്. സമാനതകളില്ലാത്ത കലാപം മാസങ്ങൾ നീണ്ടിട്ടും ഒരു തവണ പോലും മണിപ്പൂരിലെത്തി സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അധികാരികൾക്ക് സാധ്യമായില്ല എന്നുള്ളതാണ്. വംശീയ പോരാട്ടം ആഭ്യന്തര യുദ്ധത്തിന് സമാനമായി വളർന്നിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ സംസ്ഥാനത്തെ സർക്കാരും അക്രമികളുടെ കൂടെ ചേർന്നു. സ്ത്രീകളെ നഗ്നരായി നടത്തിയപ്പോഴും കുട്ടികൾക്കെതിരെ കൊടിയ പീഡനങ്ങൾ അരങ്ങേറിയപ്പോഴും ഭരണകൂടം നിഷ്ക്രിയരായി. ഭരണകൂടത്തിന്റെ ഈ നിഷ്ക്രിയത്വത്തിനെതിരെ, ഭരണകൂടത്തിന്റെ നിശബ്ദതക്കെതിരെയുള്ള മണിപ്പൂർ നിവാസികളുടെ വിധിയെഴുത്താണ് പിന്നീട് നമ്മൾ കണ്ടത്. വിദ്വേഷ പ്രസംഗങ്ങൾക്ക് ഈ രാജ്യത്ത് ഭാവിയിലെന്ന് കൃത്യമായി പ്രവചിച്ച തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. അറിയാം, നമുക്ക് രാജ്യത്ത് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് കണ്ടപ്പോ ശക്തമായ വിദ്വേഷ പ്രചരണങ്ങളുമായി അധികാരികൾ മുന്നോട്ട് വന്ന ദൗർഭാഗ്യകരമായ സാഹചര്യമുണ്ടായി. രാജ്യത്തൊരു സമുദായം വോട്ട് ജിഹാദ് നടത്തുന്നുവെന്നും തങ്ങളുടെ എതിരാളികൾ അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരുടെ സമ്പത്തും കെട്ടുതാലിയും വരെ കൊടുക്കാൻ പോകുന്നു എന്നുമുള്ള കൊടും വർഗീയത നിറഞ്ഞ വാക്കുകൾ രാജ്യത്ത് ഏറ്റവും ഉത്തരവാദപ്പെട്ട ആള് തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ എവിടെയും ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല, ജനങ്ങൾ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെയല്ല, വെറുപ്പിന്റെ അങ്ങാടികൾ സ്നേഹത്തിന്റെ കട തുറക്കുക പോലുള്ള സൗഹൃദത്തിന്റെ വർത്തമാനത്തെയാണ് ആഗ്രഹിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തുറന്നു പറഞ്ഞു. നമുക്ക് പറയാം, നമുക്കുറക്കെ പറയാം, ഇന്നത്തെ പെരുന്നാൾ വിശ്വാസികളുടെ സന്തോഷ ദിനം മാത്രമല്ല, മതേതര ബോധമുള്ള മുഴുവൻ ആളുകൾക്കും ആഹ്ലാദിക്കാനുള്ള പെരുന്നാളാണ്. മതേതരത്വം പുഞ്ചിരിക്കുന്ന പെരുന്നാളാണ്.